വയനാട് കോൺഗ്രസിൽ പ്രതിസന്ധിയായി എൻ.എം. വിജയന്റെയും ജോസ് നെല്ലേടത്തിന്റെയും കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ. എൻ.എം. വിജയന്റെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ കുടുംബത്തിന്റെ കൂടുതൽ പ്രതികരണം വരാനും സാധ്യതയുണ്ട്. ജോസ് നെല്ലേടത്തിന്റെ കുടുംബവും കടുത്ത അമർഷത്തിലാണ്. അതിനിടെ ടി സിദ്ദിഖ് എം.എൽ.എക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ രംഗത്ത് വന്നു. ദീപക് മോഹനും എ.കെ. അഭിലാഷും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ദീപക് മോഹനിലേക്ക്. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ അത് ഒരു കുടത്തിലെ ഭൂതത്തെ പുറത്തേക്ക് തുറന്നു വിട്ടതുപോലെ എൻ.എം. വിജയന്റെ വിഷയത്തിൽ എല്ലാം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു എന്ന് കരുതുമ്പോഴാണ് മുള്ളൻകൊല്ലി ഒരു പ്രധാന സംഘർഷ പ്രഭവ കേന്ദ്രമായി മാറുകയാണോ? മൊത്തത്തിലൊരു അഴിച്ചുപണിയിലേക്ക് പോകേണ്ടി വരുമോ പാർട്ടിക്ക് അവിടെ? സുജിയ പാർവതി, കോൺഗ്രസിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയായ മുള്ളൻകൊല്ലിയിലെ വിഭാഗീയത പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തൽ KPCCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനിടയിലാണ് ഈ ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യയും ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടു കൂടിയാണ് ജോസ് നെല്ലേടത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ സമയം മുതൽ ഇന്നലെ വൈകിട്ട് പട്ടാണിക്കൂപ്പ് പള്ളിയിലേക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതുവരെ ആ നാട്ടിലെ ആളുകളുടെ പ്രവാഹമായിരുന്നു. നിരവധി ആളുകൾ, അത്രയ്ക്ക് ജനകീയനായ ജോസ് നെല്ലേടത്തിൻ്റെ ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളെത്തി. ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അതായത് പ്രധാനമായും MLA-മാർ ആരും തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. മന്ത്രി OR കേളു മാത്രമാണ് എത്തിയത്. മാത്രമല്ല, വയനാട് ലോക്സഭാ MP വയനാട് ജില്ലയിൽ ഉണ്ടായിട്ട് പോലും വീട് സന്ദർശിക്കാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ എത്താതിരുന്നത് വലിയ വിമർശനമായി തന്നെയാണ് കോൺഗ്രസിലെ പ്രവർത്തകർ അടക്കം കാണുന്നത്. കാരണം ഈ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിലൊക്കെ വളരെ സജീവമായി സ്വന്തം കടയടച്ച് പ്രചരണത്തിന് ഇറങ്ങിയ ആളാണ് ജോസ് നെല്ലേടം. പക്ഷേ ഈ എം പിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചില്ല എന്നൊരു ആരോപണവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ പത്മജ, എൻ.എം. വിജയന്റെ മരുമകളടക്കം ഇത്തരത്തിൽ പത്മജ വലിയൊരു ആത്മഹത്യാ ശ്രമം നടത്തി. പക്ഷേ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരും അവരുടെ ഭാഗത്തു നിന്നും വിവാദമായ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നേരത്തെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി പരിഹരിക്കുമെന്നുള്ള രീതിയിൽ അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. 2 കോടി രൂപയിലധികം കുടുംബത്തിന് ബാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ 20 ലക്ഷം രൂപ മാത്രമാണ് നൽകിയത്. നിരവധി തവണ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചു. അവരാരും തന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇത്തരത്തിൽ അവരാരും പ്രതികരിച്ചില്ല. സ്വന്തം ഭർത്താവിനൊരു ആശുപത്രി ചികിത്സാ ബില്ല് പോലും അടയ്ക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ തയ്യാറായില്ല എന്ന് ഇന്നലെ പത്മജ പറയുന്നൊരു സാഹചര്യമുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കൽപ്പറ്റയിൽ DYFI കൽപ്പറ്റ MLA ടി സിദ്ദിഖിൻ്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം ഈ ടി സിദ്ദിഖ് MLA അടക്കം പത്രസമ്മേളനം വിളിച്ചിരുന്നു. MLA പ്രധാനമായും പറഞ്ഞത് കുടുംബം ഉന്നയിച്ച കാര്യങ്ങളിൽ 3 ആവശ്യങ്ങൾ, അതിൽ 2 ആവശ്യങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. 3ാമത്തെ ആവശ്യവും പരിഗണിക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്നതോ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതോ ശരിയല്ല എന്നുള്ള രീതിയിലാണ് MLA അടക്കം പ്രതികരിച്ചത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വിഷയങ്ങൾ, അതായത് എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് എൻ.എം. വിജയന്റെ വിഷയത്തിലേക്ക് വരാം. ദീപക്, അഭിലാഷ് കൂടി ഉണ്ടല്ലോ. എ.കെ. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എൻ.എം. വിജയന്റെ മരുമകൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് ശേഷം കൂടുതൽ കടുത്ത പ്രതികരണങ്ങളിലേക്ക് ആ കുടുംബം ഒന്നാകെ പോകുന്നതിന്റെ ഒരു സൂചനയാണ് മകനിൽ നിന്ന് നമ്മൾ കണ്ടത്. അവർ ഒരു നിൽക്കക്കളിയില്ലാതെ നിൽക്കുന്ന സാഹചര്യമാണ്. ടി സിദ്ദിഖ് കരാറിനെ കുറിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ കരാറിൽ 3-2 നടപ്പാക്കി. എല്ലാം വിശാല മനസ്കതയെന്ന് മറുഭാഗത്ത് പറയുന്ന KPCC പ്രസിഡന്റിന്റെ പ്രതികരണം അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണോ? തീർച്ചയായിട്ടും പരസ്പര വിരുദ്ധമായ നിലയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എൻ.എം. വിജയൻ്റെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനവും അവർ ഉന്നയിക്കുന്നു. ഏതായാലും ഇന്ന് അവർ ഇപ്പോൾ ആശുപത്രി ഡിസ്ചാർജ് ചെയ്യും. അതിനുശേഷം കടുത്ത പ്രതികരണം അവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെ ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി സിദ്ദിഖിൻ്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, അഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന 3-2 കാര്യങ്ങളും ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആശുപത്രി ബില്ലടക്കം സെറ്റിൽ ചെയ്തു എന്നാണ് ടി സിദ്ദിഖ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും നമുക്കറിയാം, രാജ്യം ഉറ്റുനോക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് കോൺഗ്രസിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്തുണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ പക്ഷം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നടക്കുന്നതെന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. പത്മജ എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്, പത്മജിയും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളൊക്കെ എന്തൊക്കെ പറയുമെന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളടക്കം ഈ കാര്യങ്ങൾ ഏറ്റെടുത്തോടു കൂടി തന്നെ കോൺഗ്രസ് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഇക്കാര്യത്തിലൊക്കെ പ്രശ്നപരിഹാരത്തിനൊക്കെ മറുപടി തരികയും പരിഹാരമുണ്ടാക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, എ.കെ. അഭിലാഷും ദീപക് മോഹനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വയനാട് കോൺഗ്രസിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമ്പോൾ പ്രിയങ്ക ഗാന്ധി MP മണ്ഡലത്തിലുണ്ട്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുമോ, റിപ്പോർട്ട് തേടുമോ? അതാണ് അറിയേണ്ടത്.